രണ്ടു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളെയും കൂട്ടത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരത്തെയും. താങ്ങി നിർത്താൻ ആരുമില്ലാതായാൽ നിങ്ങൾ വീഴാതിരിക്കാൻ കൂടുതൽ ശ്രമിക്കും. ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ജീവിതവും സമയവും. ജീവിതം സമയം നന്നായി ഉപയോഗിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. സമയം നമ്മെ ജീവിതത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുന്നു. ബന്ധങ്ങൾ എന്നും മുതൽക്കൂട്ടായി സൂക്ഷിക്കുക. അവ നഷ്ടമായാൽ ജീവിതത്തിൽ മടുപ്പ് തോന്നിത്തുടങ്ങും. മനുഷ്യരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ ബന്ധങ്ങളാണ്. ഒരിക്കൽ അകന്നുപോയ മനസ്സ് പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. അത് മനസ്സിലാക്കിയാലും ചില മനസ്സുകൾക്ക് പിന്തിരിഞ്ഞു പോകാനും സാധിക്കില്ല എന്നതും വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ്. നിങ്ങളെ വിശ്വസിക്കാത്ത മനുഷ്യർക്ക് വേണ്ടി നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തരുത്. അവരെ അവരുടെ വഴിക്ക് തന്നെ വിട്ടുകളയുക. ചിലർ അങ്ങനെയാണ്. വന്നുപോകുന്ന സമയം ചെറുതാണെങ്കിലും തന്നുപോകുന്ന ഓർമ്മകൾ വലുതായിരിക്കും. മോശം സമയത്തെയും നമ്മളൊക്കെ ഇഷ്ടപ്പെടണം. കാരണം അപ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത് ആരെയാണ് നമ്മൾ സ്വന്തമെന്ന് വിളിക്കേണ്ടത് എന്ന്. ഉപകാരങ്ങൾക്ക് എന്നും ഓർമ്മശേഷി കുറവാണ്. ചെയ്തതൊക്കെ അധികം പേരും അങ്ങ് മറന്നു പോകും. ചെയ്യാൻ മറന്നതൊക്കെ എണ്ണി എണ്ണി ഓർത്തിരിക്കും. എവിടെയാണോ നമ്മൾ തോറ്റത് അവിടെ നിന്നും ജയിക്കാൻ ശ്രമിക്കണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം. എവിടെയാണോ നമ്മൾ തകർന്നത് അവിടെ നിന്നും ഉയർത്തെഴുന്നേൽക്കണം. ആരാണോ പരിഹസിച്ചത് അവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയണം. മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്കും തരം താഴ്ത്തലുകൾക്കുമിടയിൽ നാം പൊരുതി നേടുന്ന വിജയങ്ങൾക്ക് ഏറെ മധുരം ഉണ്ടാകും. ചിരി ഒരു മറയാണ് ചിലപ്പോഴൊക്കെ. നീറുന്ന നോവുകളെ ഏറ്റവും ഭംഗിയായി ഒളിപ്പിച്ച് പുറത്തുനിന്ന് നോക്കിയാൽ ഏത് വേദനകളെയും ഏറ്റവും സുന്ദരമായ ഒരു മുഖം മാത്രമായി കാണിക്കാൻ കഴിയുന്ന അസാധാരണ ജാലവിദ്യക്കാരനാണ് ചിരി. വേഷത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ ആരെയും ആർക്കും വിലയിരുത്താനാകില്ല. അങ്ങനെ വിലയിരുത്തുന്നവരും ഏതെങ്കിലും ഒരു നിറത്തിൽ ഉള്ളവരായിരിക്കും. എല്ലാം തികഞ്ഞ ഒരു സൃഷ്ടിയുമില്ല ഈ ലോകത്ത്. ഒരു അത്ഭുതശേഷിയെങ്കിലും ഇല്ലാത്തവരെ ആരുമുണ്ടാവില്ല. കഷ്ടതകൾക്കിടയിൽ നിന്നും ഒന്നുമില്ലായ്മയിൽ നിന്നും പൊരുതി ജയിക്കുന്നവർ പകർന്നു നൽകുന്ന ഒരു പാഠമുണ്ട്. അത് നമുക്കും സാധിക്കും എന്നതാണ്. സമയം നഷ്ടപ്പെടുക എന്നാൽ ആയുസ്സ് നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. നിമിഷങ്ങളുടെ സമ്മേളനമാണ് ഓരോ ദിവസവും. കാറ്റിനേക്കാൾ സുതാര്യവും വേഗവുമാണ് സമയത്തിന്. കടന്നു പോകുന്ന യുവത്വത്തിൻ്റെ നിമിഷങ്ങളെ ഓർത്ത് വാർദ്ധക്യത്തിൽ വിലപിക്കുവാൻ ഇടവരരുത്. തനിച്ചാക്കാതിരിക്കുക എന്നതാണ് പ്രിയപ്പെട്ട ഏതൊരാൾക്കും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. കൂടുതൽ മാന്യമായി പെരുമാറുന്ന വ്യക്തികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവരുടെ മനസ്സ് കള്ളത്തരങ്ങളുടെ കൂടാരമാണ്. വഴക്കിടാൻ ഒരുപാട് കാരണങ്ങൾ കിട്ടും. എന്നാൽ വഴക്കില്ലാതെ അടുപ്പത്തോടെ ഇരിക്കാൻ ഒരു കാരണം എപ്പോഴും നമ്മൾ കണ്ടെത്തണം. നമ്മുടേതെന്ന് കരുതിയ മനുഷ്യർ നമ്മുടേതല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഇറങ്ങിപ്പോകേണ്ടത് ജീവിതത്തിൽ നിന്നല്ല, ആ മനുഷ്യരിൽ നിന്നാണ്. നമ്മളെ വേണ്ടപ്പെട്ടവർ നമ്മെ ഉപേക്ഷിച്ചു പോയാൽ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് മനോഹരമായ ഉത്തരം ഇതായിരുന്നു: ഏറ്റവും അടുത്തവർ ആരും ഉപേക്ഷിച്ചു പോവില്ല. പോയവർ ആരും നമ്മുടേതായിരുന്നില്ല. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറായി ഇറങ്ങൂ. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. നിങ്ങളുടെ മനസ്സിൻ്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക. ചിന്തകൾ കടന്നു വരാനും കടന്നു പോകാനുമുള്ള അനുവാദം കൊടുക്കുക. ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല, മുന്നോട്ട് ജീവിക്കാനുള്ള തിരിച്ചറിവുകൾ കൂടിയാണ്. വെയിലില്ലായിരുന്നുവെങ്കിൽ തണലിന് മഹത്വം ഉണ്ടാവില്ല. ദാഹം ഇല്ലായിരുന്നുവെങ്കിൽ ജലത്തിന് മഹത്വം ഉണ്ടാവില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. പ്രസന്നമായ ഒരു മനസ്സിന് മാത്രമേ ഊർജ്ജസ്വലത ഉണ്ടാവുകയുള്ളൂ. മനസ്സ് ഊർജ്ജസ്വലമാകുമ്പോൾ ബുദ്ധിപൂർവം ചിന്തിക്കാനുള്ള കഴിവുണ്ടാകുന്നു. വിശ്വസ്തത എന്നത് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ്. സമൂഹത്തോടും സാഹചര്യത്തോടും സത്യസന്ധത പുലർത്തുമ്പോൾ നാം വിശ്വസ്തരായി മാറും. 1000 പുസ്തകങ്ങളിൽ നിന്നും 10,000 പാഠങ്ങൾ പഠിച്ചാലും
സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളേക്കാൾ മികച്ചതാവില്ല മറ്റൊന്നും. പ്രതികൂലമായ ഏത് അവസ്ഥയിലും നേരിടാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാവും. തളർന്നിരിക്കാതെ അത് കണ്ടെത്തിയാൽ അവയെ മറികടക്കാനാവും. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണു തുറന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോടുകൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ്. ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. അവിടെ നാം അസ്വസ്ഥരാകരുത്. അനുഭവങ്ങൾ നമ്മെ കൂടുതൽ കരുത്തുറ്റവരാക്കും. കുറ്റപ്പെടുത്തലുകൾ നമ്മെ ശക്തരാക്കും. ഒരാൾക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും കുറവുകൾ ഇല്ലാതെയാക്കുന്നു. ദേഷ്യം ദുർബലതയാണ്. ക്ഷമയും വിവേകവുമാണ് അതിൻ്റെ മറുമരുന്ന്. കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം. ദേഷ്യം അടങ്ങിയ ശേഷം വിവേകപൂർവം ചിന്തിക്കുക. നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ടത്. ഉള്ളിലുള്ള വികാരങ്ങൾ മറച്ചു വെച്ച് മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്നതിലും ഭേദം ഓരോരുത്തരും അവരവരായി തന്നെ ജീവിക്കുന്നതാണ്. മനസ്സിൽ കളങ്കം ഇല്ലാത്തവരും സത്യസന്ധരുമാണ് നേരിട്ട് സത്യങ്ങൾ തുറന്നു പറയുന്നത്. എന്നാൽ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും കണ്ണിലെ കരടായിരിക്കും. മറ്റുള്ളവരുടെ ഇഷ്ടം സമ്പാദിക്കാനായി അഭിനയിച്ച് ജീവിക്കരുത്. നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. മതിപ്പും അംഗീകാരവും തേടി വന്നുകൊള്ളും. ജീവിതത്തിലെ വെല്ലുവിളികൾ ഒരിക്കലും നിങ്ങളെ തളർത്താൻ പാടില്ല. അവ നിങ്ങളെ തന്നെ കണ്ടെത്തുവാൻ സഹായിക്കുന്നതാക്കി മാറ്റണം. ഏതൊരു ബന്ധത്തിലും മൂന്നാമതൊരാൾ കടന്നു വരാതെ സൂക്ഷിക്കുക. അത്രയും മനോഹരമായി ചേർന്നിരിക്കുന്നതിനെ ഇല്ലാതാക്കാൻ അവർക്ക് അത്ര സമയമൊന്നും വേണ്ടി വരില്ല. നിങ്ങൾ വിഷാദത്തിലാണെങ്കിൽ നിങ്ങൾ ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഉത്കണ്ഠ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ജീവിക്കുന്നു. നിങ്ങൾ സമാധാനത്തിലാണെങ്കിൽ നിങ്ങൾ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു. എത്ര തവണ വഞ്ചിക്കപ്പെട്ടു എന്നതിന് അത്ര തവണ വീണ്ടും വിശ്വസിച്ചു എന്നുകൂടി അർത്ഥമുണ്ട്. പ്രചോദനത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം നമ്മുടെ ചിന്തകളാണ്. അതിനാൽ വലിയ ചിന്തകളിലൂടെ വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തകൾ പഴയ ഓർമ്മകളിലേക്ക് പോയേക്കാം. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഭൂതകാലത്തിൽ കുടുങ്ങിപ്പോകരുത്. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്നത്. ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അതും കടന്നുപോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിൽ എത്തിച്ചേരും. നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിലെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നിലാണ് എന്നതുപോലെ പ്രവർത്തിക്കുക. നിങ്ങളുടെ പരിമിതികൾ കണ്ടെത്താൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ എന്തും നേടാൻ ശക്തമായ മനസ്സും ശരീരവും നിങ്ങൾക്കുണ്ട്. പരിധി എന്നൊന്നില്ല എന്നതുപോലെ മുന്നോട്ടു പോവുക.